Hello everyone, welcome to our channel. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 10 നെറ്റ്ഫ്ലിക്സ് ഷോസിൻ്റെ റെക്കമെൻഡേഷൻസും ആയിട്ടാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ബോറടിച്ചിരിക്കുന്ന ഒരു സമയമാണല്ലോ, അപ്പോൾ നെറ്റ്ഫ്ലിക്സിലുള്ള 10 അടിപൊളി ഷോസിൻ്റെ റെക്കമെൻഡേഷൻസ് ആണ്. മണി ഹെയ്സ്റ്റ് എന്ന് പറയുന്നത് ലാ കാസ ദെ പാപ്പൽ എന്ന് പറഞ്ഞ സ്പെയിനിൽ എയർ ചെയ്ത ഒരു ഷോൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ്. അതിൻ്റെ സ്പാനിഷ് വേർഷനും നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് വിത്ത് സബ് ടൈറ്റിൽസ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം കള്ളന്മാരുടെ കഥയാണ്. അവരൊരു പ്രൊഫസർ എന്ന് പറഞ്ഞ ഒരാളുടെ ട്രെയിനിങ് വെച്ചിട്ട് ഒരു റോബറി നടത്തുന്നതാണ്. ഈ ഷോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് കള്ളന്മാരോട് ഭയങ്കര സ്നേഹം തോന്നും, അവർ ജയിക്കണം തോന്നും. നമുക്ക് പോലീസിനേക്കാളും നിയമം കയ്യിലെടുക്കുന്ന കള്ളന്മാരോട് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരെ ഭയങ്കര ഇഷ്ടം തോന്നും. അങ്ങനെ നമുക്ക് ക്യാരക്ടേഴ്സുമായിട്ട് ഭയങ്കര ഒരു ബിൽഡപ്പ് നമുക്ക് ഇമോഷണലി തോന്നുന്നൊരു ഷോയാണ്. ഇത് ഭയങ്കര ത്രില്ലിംഗ് ആണ്. എവറി മൊമെൻറ്റ് സംതിങ് ഈസ് ഹാപ്പനിങ്. അപ്പോൾ ദിസ് ഷോ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു. പിന്നെ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയ ഒരു ഷോയാണിത്. ഇതിൻ്റെ ഐക്കോണിക്കായ ദാലി മാസ്ക്, അവരുടെ ഒരു റെഡ് ഓൾ ഓവേഴ്സ്, ഇതെല്ലാം ഭയങ്കര ഫേമസ് ആയിട്ടിരിക്കുന്നൊരു സമയമാണിപ്പം. അപ്പം ഇതിൻ്റെ 4 സീസൺസ് വന്നു കഴിഞ്ഞു. ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ പ്രോഗ്രാം. അപ്പോൾ ഇനിയും ഒരു സീസണും ഒരു പാർട്ടും കൂടി ഇതിനുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം ഇത് ഒരു വെരി ഗുഡ് ഷോയാണ്. ഐ ഹോപ്പ് യു ഗൈസ് വിൽ ലൈക്ക് ഇറ്റ്. അടുത്ത റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ചാൽ എൻഡ് ഓഫ് വേൾഡ് എന്നാണ്. എക്സാക്ട്ലി അതാണ് ആ ഷോയുടെ നെയിം. അത് എന്ന് പറഞ്ഞാൽ ഒരു കോമിക് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബ്രിട്ടീഷ് കോമഡി ഡാർക്ക് മിസ്റ്ററി മർഡർ ഡ്രാമയാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രൂസമായിട്ടുള്ള വിഷ്വൽസൊക്കെ കാണും. പിന്നെ ഇതൊരു കോമിക് ബുക്കിനെ റിലേറ്റ് ചെയ്തത് കാരണം ഒരു കോമിക് ബുക്ക് സ്റ്റൈലിലാണ് ഇതിൻ്റെ നരേഷൻ പോകുന്നത്. ജെയിംസ് ആൻഡ് അലീസിയ എന്ന് പറഞ്ഞ് 2 ടീനേജേഴ്സിനെ റിവോൾവ് ചെയ്യുന്നൊരു സ്റ്റോറിയാണിത്. ദിസ് ഇസ് എ വെരി ഗുഡ് സീരീസ്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല, കാരണം ഇതിൻ്റെ കോമഡി കുറച്ച് ഡാർക്കാണ്, സീൻസ് കുറച്ച് ഗ്രൂസമാണ്. അത് കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. പക്ഷേ ഇത് സ്റ്റോറി ഈസ് വെരി ഗുഡ്. വളരെ കമ്പല്ലിംഗ് ആയിട്ട് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നൊരു സ്റ്റോറിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കുറേ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്തുന്നൊരു സീരീസാണ്. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് വിൽ ലൈക്ക് ഇറ്റ്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ബ്രേക്കിംഗ് ബാഡ്. മേ ബി ബ്രേക്കിംഗ് ബാഡിനെ പറ്റി പറയാണ്ട് ഒരു സീരീസ് റെക്കമെൻഡേഷൻ പറയാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയില്ല. മേ ബി ഈ ലോകത്ത് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സീരീസ് ആയിട്ട് പറയപ്പെടുന്ന സീരീസാണ് ബ്രേക്കിംഗ് ബാഡ്. ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വാൾട്ടർ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇയാളൊരു കെമിസ്ട്രി ടീച്ചറായിരുന്നു. പക്ഷെ മൂപ്പരാൾക്ക് 50 വയസ്സ് കഴിഞ്ഞപ്പം ടെർമിനലായ ക്യാൻസർ ആണെന്ന് പറയുകയാണ്. അപ്പം ആൾ വിചാരിക്കുന്നു കുറച്ച് കാശ് ഉണ്ടാക്കാനായിട്ട് മെത്ത് ആൾക്ക് നന്നായിട്ട്, കെമിസ്ട്രി ടീച്ചർ ആയതുകൊണ്ട് തന്നെ ആൾക്ക് നന്നായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാനറിയാം. അത് US-ലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഡ്രഗാണ്. സോ അയാളുടെ ഒരു പഴയ സ്റ്റുഡൻ്റായ ജെസ്സിയെയും കൂട്ടിയിട്ട് മെത്ത് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെറിയ സ്കെയിലിൽ. പിന്നെ അത് കയ്യിൽ നിന്ന് പോയി വലിയൊരു ബിസിനസ്സായി മാറുകയാണ്. പക്ഷേ കുറേ കഴിയുമ്പോൾ അതെങ്ങനെ ഒരു സാധാരണ കെമിസ്ട്രി ടീച്ചർ ഡീൽ ചെയ്യുന്നു. വളരെ ബുദ്ധിയുള്ള ഒരാൾ, പക്ഷെ ഒരു സാധാരണക്കാരനാണ്. അങ്ങനെ ഒരുപാട് ഹ്യൂമൻ ഡ്രാമയുള്ളൊരു സീരീസാണ് ബ്രേക്കിംഗ് ബാഡ്. ഒരുപാട് ഇമോഷൻസ്, ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സീരീസാണ് ബ്രേക്കിംഗ് ബാഡ്. പിന്നെ ബ്രേക്കിംഗ് ബാഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിലൊരു ഗിമ്മിക്കും ഇല്ല. അതിന് ഗെയിം ഓഫ് ത്രോൺസ് പോലെ വലിയൊരു സെറ്റില്ല, വലിയ കോസ്റ്റ്യൂംസ് ഇല്ല. സാധാരണ കുറേ മനുഷ്യന്മാർ ചെയ്യുന്ന എക്സ്ട്രാ ഓർഡിനറി ആക്ടിവിറ്റീസാണ് ബ്രേക്കിംഗ് ബാഡിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പം ഇതൊരു മസ്റ്റ് വാച്ച് സീരീസാണ് ഫോർ എനി സീരീസ് ലവർ. സോ ഇത് ഉൾപ്പെടുത്താണ്ടൊരു റെക്കമെൻഡേഷൻ എനിക്കില്ല. സോ മൈ റെക്കമെൻഡേഷൻ ഇൻ ദ 3rd പ്ലേസ് ഇസ് ബ്രേക്കിംഗ് ബാഡ്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് അവർ പ്ലാനറ്റ് എന്നുള്ളൊരു ഡോക്യുമെൻ്ററി സീരീസിനെ പറ്റിയാണ്. ഇത് BBC-യിൽ ബ്രോഡ്കാസ്റ്റർ ആയിരുന്ന ഡേവിഡ് അറ്റൻബർഗ് എന്നുള്ള ഒരു നാച്ചുറലിസ്റ്റാണ് ഇതിൻ്റെ നരേഷൻ ചെയ്തിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് 50 കൺട്രീസിൽ പോയി 4 കൊല്ലം കൊണ്ടെടുത്തൊരു ഡോക്യുമെൻ്ററി സീരീസാണിത്. ഇത് കാണുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് അനിമൽസിനെ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ അവരെങ്ങനെ ജീവിക്കുന്നു, അവരുടെ രീതികൾ എന്തൊക്കെയാണെന്നൊക്കെ വളരെ അടുത്ത് കാണാൻ പറ്റും. പിന്നെ ഇത് സിനിമാറ്റോഗ്രഫി ഈസ് ബ്യൂട്ടിഫുൾ, ബിയോണ്ട് ബ്യൂട്ടിഫുൾ ആണ്. അത്ര ഭംഗിക്കാണ് ഓരോ വിഷ്വലും. അതുകൂടാതെ തന്നെ ആർട്ടിക്കിലെ ഒരുപാട് അനിമൽസ് ഈ മഞ്ഞുരുകുന്നത് കാരണം, ക്ലൈമറ്റ് ചേഞ്ച് കാരണം എന്തോരം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ആ ജീവികളോടൊക്കെ കുറച്ചും കൂടി സിമ്പതി തോന്നും, പിന്നെ എംപത്തറ്റിക് ആവാൻ പറ്റും. അങ്ങനെ ഒരു സീരീസാണിത്. പിന്നെ നമ്മൾ മാത്രമല്ല ഈ ഭൂമിയിൽ, ബാക്കി ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അവരുടെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അടുത്തറിയാൻ സാധിക്കുന്ന ഒരു സീരീസാണ്. എല്ലാ മനുഷ്യരും ഒരു പക്ഷേ കണ്ടിരിക്കേണ്ട ഒരു സീരീസാണ് അവർ പ്ലാനറ്റ്.
ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ നിന്ന് വന്നൊരു സീരീസിനെ പറ്റിയാണ്. സീക്രട്ട് ഗെയിംസ് കാണാത്തതും കേൾക്കാത്തതുമായ ആൾക്കാർ കുറവ് തന്നെയായിരിക്കും. ഇതിൻ്റെ പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടർ ഡ്യുവോ ഫാൻറ്റമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അനുരാഗ് കശ്യപ് ആൻഡ് വിക്രമാദിത്യ മോട്ട്വാനെയാണ് ഇതിൻ്റെ ഡയറക്ടർ ഡ്യുവോ. അവരുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്ന എല്ലാ എലിമെൻസും ഡെലിവർ ചെയ്യുന്നൊരു സീരീസാണ്. ഇതേ പേരിലുള്ളൊരു ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സീരീസാണ്. പിന്നെ നമുക്ക് നവാസുദ്ദീൻ സിദ്ദിഖിയുടെ അതിമനോഹരമായ അഭിനയ മികവ് കാണാൻ പറ്റുന്നൊരു സീരീസും കൂടിയാണ്. പക്ഷേ നവാസുദ്ദീനേക്കാളും നമ്മൾ സർപ്രൈസ് ചെയ്യുന്ന എലമെൻറ്റ് സൈഫ് അലി ഖാൻ തന്നെയാണ്. ഓംകാരയിലൊക്കെ സൈഫ് അലി ഖാൻ്റെ ഭയങ്കര അഭിനയം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ സീരീസിൽ സൈഫ് അലി ഖാൻ പ്ലെസൻ്റ്ലി നമ്മൾ സർപ്രൈസ് ചെയ്യും. കാരണം അത്ര അടിപൊളി പെർഫോമൻസാണ് സൈഫ് അലി ഖാൻ്റെ. അതുകൂടാതെ തന്നെ ഈ സീരീസിനെ പറ്റി പറയാനാണെങ്കിൽ സെക്കൻഡ് സീസൺ മേ ബി ചിലർ ഡിസപ്പോയിൻ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ സെക്കൻഡ് സീസണിൻ്റെ എൻഡിങ് വരെ കുഴപ്പമില്ല. എന്നാലും ഫസ്റ്റ് സീസണിൻ്റെ ഹൈപ്പിൻ്റെ അത്ര സെക്കൻഡ് സീസൺ അത്ര പോരാ. എന്നാലും വളരെ നല്ലൊരു സീരീസാണ് സീക്രട്ട് ഗെയിംസ്. അടുത്തതായി പീക്കി ബ്ലൈൻഡേഴ്സ് BBC പ്രൊഡ്യൂസ് ചെയ്തൊരു സീരീസാണ്. ഇതിൽ ഷെൽബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുടുംബത്തിൻ്റെ അവർ വളർത്തിക്കൊണ്ട് വന്നൊരു ഗ്യാങ്ങാണ് പീക്കി ബ്ലൈൻഡേഴ്സ്. ഈ ഒരു സീരീസ് അവരുടേതായ ഗ്യാങ് അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു, വലുതാവാൻ ശ്രമിക്കുന്നു. അങ്ങനത്തെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇംഗ്ലണ്ടിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സീരീസിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മുടെ ബാറ്റ്മാനിൽ ഡോക്ടറായിട്ട് അഭിനയിച്ച പുള്ളിക്കാരനാണ് ഈ സീരീസിലെ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അഭിനയം ആണ് ഈ സീരീസിൻ്റെ ഹൈലൈറ്റ്. മൂപ്പരാൾ വളരെ നന്നായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അതുകൂടാതെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഇംഗ്ലണ്ടിൻ്റെ ലാൻഡ്സ്കേപ്പ് വളരെ ബ്യൂട്ടിഫുള്ളി ക്യാപ്ചർ ചെയ്തിരിക്കുന്ന ഒരു സീരീസും കൂടിയാണ് പീക്കി ബ്ലൈൻഡേഴ്സ്. ഇനി ഞാൻ പറയാൻ തുടങ്ങുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സീരീസിനെ പറ്റിയിട്ടാണ്. ഇതിൻ്റെ പേര് സ്ട്രേഞ്ചർ തിങ്സ് എന്നാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊരു മസ്റ്റ് വാച്ച് സീരീസാണ്. നെറ്റ്ഫ്ലിക്സിൻ്റെ ഓൺ പ്രൊഡക്ഷനാണ്. ഇതിൻ്റെ ക്രിയേറ്റേഴ്സായ ഡഫർ ബ്രദേഴ്സ് ഒരുപാട് സ്ഥലത്ത് പോയി റിജക്ഷൻ ഏറ്റുവാങ്ങി ഫൈനലി നെറ്റ്ഫ്ലിക്സ് അക്സെപ്റ്റ് ചെയ്ത് ഇപ്പോൾ ഒരു ഗ്ലോബൽ ഫിനോമിനയായ സീരീസാണ് സ്ട്രേഞ്ചർ തിങ്സ്. ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യാനയിലെ ഹോക്കിൻസ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ടൗണിൽ, ഇമാജിനറി ടൗണാണ്, അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അവിടെ ഒരു ഗവൺമെൻറ് ലാബ്, അവിടെ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ്. അതിൽ എക്സ്പെരിമെൻറ്റ്സിൽ ഒരു ഈവിളായിട്ടുള്ള ഡെമഗോർഗൻ ചാടി വരുന്നു. അതിൽ പിന്നെ 11 എന്ന് പറഞ്ഞൊരു കുട്ടി ആ ഒരു എക്സ്പെരിമെൻറ്റ് സെൻറ്ററിൽ നിന്ന് രക്ഷപ്പെടുന്നു. ആ കുട്ടി ആ നഗരത്തിൽ കുറച്ച് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നു. അവരെല്ലാവരും കൂടി ഈ ഡെമഗോർഗനെ ഫൈറ്റ് ചെയ്ത് വിജയിക്കുന്നു. ഇതാണ് ബേസിക് സ്റ്റോറി ലൈൻ. പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തീരുന്ന ഒരു സ്റ്റോറി അല്ലാതെ, കാരണം അവരത് എടുത്തിരിക്കുന്നത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. നമുക്ക് ഓരോ സെക്കൻഡിലും കണ്ടിരിക്കാൻ തോന്നും, ഇനി ഈ കുട്ടികൾ എന്ത് ചെയ്യും, ഇനി അവരെന്ത് ചെയ്യും, ഇത്രയും വലിയൊരു ജീവി അവരെങ്ങനെ ഓവർകം ചെയ്യുമെന്ന് നമുക്ക് എപ്പോഴും നമ്മളെ മുൾമുനയിൽ നിർത്തുന്നൊരു സീരീസാണ്. പിന്നെ കുട്ടികളായതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു സീരീസും കൂടിയാണിത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നതാണ് നാർക്കോസ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നാർക്കോസ് എന്ന് പറഞ്ഞാൽ കൊളംബിയയിലെ ഡ്രഗ് ലോഡായ പാബ്ലോ എസ്കോബാറിനെ പറ്റിയുള്ളൊരു സീരീസാണ്. മൂപ്പരാൾ ശരിക്കും ഉണ്ടായിരുന്നൊരു ഡ്രഗ് ലോഡാണ് അവിടെ. അയാൾ അവിടെ എന്തൊക്കെ ചെയ്തു, അയാൾ എങ്ങനെ ഇത്രയും വലിയൊരു ഡ്രഗ് ലോഡായി, മൂപ്പരാളുടെ ലൈഫിനെ റിവോൾവ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണിത്. ഇതിൻ്റെ ഒരു ഫൺ ഫാക്റ്റ് പറയാനാണെങ്കിൽ പാബ്ലോ എസ്കോബാർ കൊളംബിയയിലൊരു സൂ തുടങ്ങി. അവിടെ ഒരുപാട് എക്സോട്ടിക്കായ ആനിമൽസിനെയൊക്കെ കൊണ്ടുവന്നു. ഇതിനെപ്പറ്റി ആ സീരീസിലും കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആ സൂന്ന് നാർക്കോസിൻ്റെ കാലശേഷം ഉണ്ടായ സൂ എല്ലാം അന്യാധീനപ്പെട്ടുപോയി. അപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ട ഹിപ്പോകൾ ഇപ്പോഴും കൊളംബിയയിലുണ്ട്. കൊളംബിയയിൽ ഹിപ്പോപ്പൊട്ടാമസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അങ്ങനെ പോയാൽ പാബ്ലോ എസ്കോബാറാണ്. ആളുടെ ലൈഫ്, ആളെ ഫോളോ ചെയ്ത് ആളെ പിടിക്കാൻ നോക്കി 2 DEA ഏജൻസി എങ്ങനെ അത് സാധിച്ചു എന്നൊക്കെ റിവോൾവ് ചെയ്യുന്നൊരു സീരീസാണ് നാർക്കോസ്. പാബ്ലോ എസ്കോബാറിൻ്റെ കാലശേഷമുള്ള കാര്യങ്ങളാണ് 3ാമത്തെ സീസണിൽ കാണിക്കുന്നത്. ഇത് വളരെ നല്ലൊരു സീരീസാണ്, നല്ല റേറ്റിംഗ് ഉള്ളൊരു സീരീസാണ്. മോർ ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ഇതൊരു ജീവനോടെ ഇരുന്ന ഒരാളുടെ കഥയായതുകൊണ്ട് ഒരാൾക്ക് ഇത്രയൊക്കെ സാധിക്കുമെന്ന് നമ്മൾ വണ്ടറടിച്ചു പോകുന്നൊരു സീരീസാണ് നാർക്കോസ്. അടുത്തതായിട്ട് ഞാൻ വരുന്നത് 2 അൺയൂഷ്വലായ റെക്കമെൻഡേഷൻസും ആയിട്ടാണ്. ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല, പക്ഷേ എനിക്ക് ഈ ടൈപ്പ് ഓഫ് സീരീസസ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അനിമെ മാങ്ക, അതായത് അനിമെ/മാങ്ക ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന 2 സീരീസസ് ആണ്. ഇത് ജാപ്പനീസ് കോമിക് ബുക്ക് സ്റ്റൈൽ അല്ലെങ്കിൽ അനിമേഷൻ സ്റ്റൈലിൽ ചെയ്തേക്കുന്ന 2 സീരീസസ് ആണ്. ആദ്യത്തെ ഞാൻ പറയാൻ പോകുന്നത് ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് ബ്രദർഹുഡ് ആണ്. ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് ബ്രദർഹുഡിന് ഓൾമോസ്റ്റ് ബ്രേക്കിംഗ് ബാഡിൻ്റെ അത്ര തന്നെ റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് എ വെരി ഗുഡ് സീരീസ്. ഇറ്റ്സ് അബൌട്ട് 2 ബ്രദേഴ്സ്. അവരുടെ അച്ഛനും ഒരു ആൽക്കമിസ്റ്റ് ആയിരുന്നു. ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞാൽ പല പല കാര്യങ്ങളിലൂടെ നമ്മൾ പോലോ കൊയ്ലോൻ്റെ
ആൽക്കമിസ്റ്റ് വായിച്ചാലൊക്കെ അതിലൊക്കെ പറയുന്നുണ്ട് അയാളൊരു ആൽക്കമിസ്റ്റിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ ഫിലോസഫർ സ്റ്റോണിലൂടെ പറ്റുമെന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ കുട്ടികളുടെ അച്ഛനൊരു ആൽക്കമിസ്റ്റ് ആയിരിക്കും, പക്ഷേ ഇയാൾ ഉപേക്ഷിച്ചിട്ട് പോകും. പിന്നെ ഈ കുട്ടികളും ആൽക്കമിസ്റ്റായിട്ട് മാറുകയാണ്. ഈ കുട്ടികളുടെ അമ്മയും മരിച്ചു പോകും. അപ്പോൾ ഈ കുട്ടികൾ അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്നു. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡാർക്ക് ഫാൻറ്റസി മിസ്റ്റീരിയസ് സ്കൈഫൈ സയൻസ് ഫിക്ഷൻ പോലത്തെ ഒരു ഡ്രാമയാണ്. വെരി ഇൻട്രസ്റ്റിംഗ്, ഭയങ്കര വെൽ ടേക്കൺ ആണ്. ഒരു അനിമേഷനിലൂടെ ഇത്രയും കാര്യങ്ങൾ ഇവരെങ്ങനെ കൺവേ ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ കണ്ടിരുന്നു പോകുന്നൊരു സീരീസാണിത്. അടുത്ത സീരീസ് ഏതാണെന്ന് വെച്ചാൽ ഡെത്ത് നോട്ടും ഈ അനിമെ മാങ്ക ഇതിൽ വരുന്നത് തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗോഡ് ഓഫ് ഡെത്ത്സ് ഉണ്ട് അവിടുത്തെ ഗോഡ് ഓഫ് ഡെത്തിൻ്റെ കയ്യിൽ ഒരു ഡെത്ത് നോട്ടുണ്ട്. അതിൽ ആരുടെങ്കിലും പേരെഴുതി അവർ മരിച്ചു. ആ ഗോഡ് ഓഫ് ഡെത്തിനെ വിളിക്കുന്നത് ഷിനിഗാമി എന്നാണ്. അപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് ഈ നരകത്ത് നിന്ന് ഒരു നോട്ട് എർത്തിൽ വീണ് പോവും. കേൾക്കുമ്പോൾ ഭയങ്കര ലേമായിട്ട് തോന്നുമെങ്കിലും ഇതൊരു മനുഷ്യൻ്റെ കയ്യിൽ കിട്ടും. ആ മനുഷ്യൻ ഇതിൽ ആൾക്കാരുടെ പേരെഴുതി കുറേ ആൾക്കാരെ കൊല്ലും. ഇയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പയ്യൻ്റെ കയ്യിലാണ് കിട്ടുന്നത്. ആ പയ്യനെ പിടിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ നോക്കുന്നു. ഈ പയ്യൻ ഇവരൊക്കെ എങ്ങനെ ഡിസീവ് ചെയ്യുന്നു, ഇതാണ് ബേസിക് സ്റ്റോറി. പക്ഷേ ഇത് എടുത്തിരിക്കുന്ന രീതി ഈസ് വെരി കമ്പല്ലിങ്. നമ്മളിങ്ങനെ ഇരുന്ന് കണ്ടു നോക്കും. കാരണം ഈ എല്ലാ എപ്പിസോഡും വളരെ ഹാപ്പനിങ് ആണ്. അത് സ്പെഷ്യലി ഫസ്റ്റ് ഫ്യൂ എപ്പിസോഡ്സ് ആർ വെരി ഹാപ്പനിങ്. ഒരുപാട് കാര്യങ്ങൾ നടക്കും. അറ്റ് ടൈംസ് നമ്മൾ ഇങ്ങനെ നോക്കിയിരുന്ന് പോഷോ ഇനി എന്തൊക്കെയോ നടക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. പക്ഷേ എല്ലാം കോമിക് ബുക്ക് സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നു, ആ ഒരു സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈവിളായിട്ടുള്ളവരെ ശരിക്കും നമുക്ക് ഈവിളായിട്ട് തോന്നും. അതൊക്കെ ഒരു വരച്ചിട്ട് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഒരിക്കലും നമുക്ക് അതിനൊരു ലിമിറ്റേഷൻസ് തോന്നില്ല. നമ്മൾ കണ്ടിരിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു സീരീസാണ് ഡെത്ത് നോട്ട്. ഇപ്പോൾ നമ്മുടെ ടോപ്പ് 10 റെക്കമെൻഡേഷൻസ് കഴിഞ്ഞു. ഇനി ഞാനൊരു 5 സ്പെഷ്യൽ റെക്കമെൻഡേഷൻസും കൂടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ടോപ്പ് 10 കണ്ടു കഴിഞ്ഞ ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അടുത്തൊരു 5 സ്പെഷ്യൽ റെക്കമെൻഡേഷൻസിൽ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ബ്ലാക്ക് മിററാണ്. ബ്ലാക്ക് മിറർ ഒരു ആന്തോളജി TV സീരീസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു എപ്പിസോഡിൽ ഒരു കഥ മൊത്തത്തിൽ തീരും. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊരു ബ്രേക്ക് ഉണ്ട്. നമ്മൾ ജോലി വർക്ക് ഫ്രം ഹോം ഒക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്കൊരു ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒരു എപ്പിസോഡ് കണ്ട് തീർക്കാം. അങ്ങനെ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് മിറർ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ടെക്നോളജി നമ്മൾ ഒരുപാട് ഉപയോഗിച്ചിട്ട് നമ്മളത് എന്തോരം ദുരുപയോഗം ചെയ്യും. ടെക്നോളജി കുറേ കൂടി അഡ്വാൻസ്ഡ് ആകുമ്പോൾ അങ്ങനെയുള്ളൊരു ഡിസ്റ്റോപ്പിയൻ ആയുള്ളൊരു ഫ്യൂച്ചറാണ് ബ്ലാക്ക് മിറർ കാണിക്കുന്നത്. ഇത് ഒരു പക്ഷേ നമുക്ക് ചിലപ്പോൾ തോന്നും, നമുക്ക് ഇപ്പോഴത്തെ ഒരു റിയാലിറ്റി ആയിട്ടും കുറച്ചൊക്കെ നമുക്ക് തോന്നും, ഇപ്പം തന്നെ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ സംഭവിക്കാമെന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് പേടിയൊക്കെ തോന്നുന്നത് കാണുമ്പം. കാരണം കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ് ബ്ലാക്ക് മിറർ. ഇങ്ങനെ വേണമെങ്കിൽ നമ്മുടെ വിർച്വൽ റിയാലിറ്റി ഗെയിംസും നമ്മുടെ ഫോണിൻ്റെ അഡിക്ഷനും ഒക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ സംഭവിക്കാമെന്നുള്ളത്. അപ്പോൾ ബ്ലാക്ക് മിററിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു എപ്പിസോഡുണ്ട് ബാൻഡർ സ്നാച്ച് എന്ന് പറഞ്ഞിട്ട്. അത് നെറ്റ്ഫ്ലിക്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ നമുക്ക് ഡിസിഷൻ എടുക്കാം. ആ ക്യാരക്ടറിന് എന്ത് സംഭവിക്കുന്നു, നമ്മൾ എടുക്കുന്ന ഡിസിഷൻ അനുസരിച്ച് ക്യാരക്ടറിൻ്റെ വിധി മാറിപ്പോവും. അതിൻ്റെ ക്യാരക്ടറിൻ്റെ ആ ഫൈനൽ ഔട്ട്കം, അയാൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള ഫൈനൽ ഔട്ട്കം മാറിപ്പോവും. ആ രീതിയിൽ ബാൻഡർ സ്നാച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു എപ്പിസോഡും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു എക്സ്പീരിയൻസാണ്. അടുത്തതായിട്ട് ടൈഗർ കിങ് എന്ന് പറഞ്ഞാൽ, ടൈഗർ കിങ്ങിനെ പറ്റി ഞാൻ പറയുന്നതിന് മുന്നേ ഞാൻ വേറൊരു ഫാക്റ്റ് നിങ്ങൾക്ക് പറയാം. ലോകത്തിലെ ആകമാനം 3890 വൈൽഡ് ടൈഗേഴ്സാണ് ഉള്ളത്. അതായത് കാട്ടിലുള്ള ടൈഗേഴ്സ് 3890. അതിൽ 2967 ഇന്ത്യയിലാണ്. അപ്പം അതിൻ്റെ ഒരു 3/4% ഇന്ത്യയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഫാക്റ്റ് നമ്മൾ മാറ്റി വെച്ചിട്ട് അമേരിക്കയിലേക്ക് അങ്ങോട്ട് പോയിട്ട് അമേരിക്കയിൽ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടും അവരുടെ പിറകിലെ പറമ്പിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ടൈഗേഴ്സിൻ്റെ എണ്ണം എടുത്താൽ 5000-ൽ കൂടുതൽ ടൈഗേഴ്സിനെ അവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് വളർത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അതിനെ പറ്റിയുള്ളൊരു ഡോക്യുമെൻ്ററിയാണ് ടൈഗർ കിങ്. അതായത് ഇങ്ങനെ ടൈഗേഴ്സിനെ വളർത്തുന്ന കുറേ 2-3 ആൾക്കാർ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു ഷോയാണ്. അതിൽ മേർഡർ ഉണ്ട്, മിസ്റ്ററി ഉണ്ട്, ഒരുപാട് വലിയ ടൈഗേഴ്സ്, ലൈഗേഴ്സ് വൈൽഡിലില്ല. ഇവരൊക്കെ കൂടി ടൈഗറിനെയും ലയണിനെയും ബ്രീഡ് ചെയ്തുണ്ടാക്കിയേക്കുന്ന വേറൊരു സാധനമാണ് ലൈഗർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞൊരു സീരീസാണ്, ഡോക്യുമെൻ്ററി സീരീസാണ് ടൈഗർ കിങ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഫ്യൂ എപ്പിസോഡ് മേ ബി കുറച്ച് ലാഗിങ് ആയിട്ട് തോന്നും, കാരണം അവരൊരു പ്രിമൈസ് സെറ്റ് ചെയ്യാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതിനെ പറ്റി. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒരു സിനിമ പോലെ നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്നൊരു സീരീസാണ് ടൈഗർ കിങ്.
അടുത്തതായിട്ട് വൈൽഡ് കൺട്രി. വൈൽഡ് കൺട്രി നമ്മുടെ ഇന്ത്യക്കാരനായ ഓഷോ രജനീഷിനെ പറ്റിയിട്ടുള്ളതാണ്. അതൊരു ഡോക്യുമെൻ്ററി സീരീസാണ്. ഓഷോ രജനീഷ് ഇന്ത്യയിൽ നിന്നും എങ്ങനെ അമേരിക്കയിലെ ഒറിഗണിലേക്ക് അയാളുടെ ആശ്രമം പറിച്ചു നട്ടുവെന്നും ആദ്യമൊക്കെ വളരെ പീസ്ഫുള്ളായിട്ട് പോയ ഒരു ആശ്രമം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എങ്ങനെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതും അറിയാൻ പറ്റുന്ന ഒരു സീരീസാണ്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ആൾ ഓഷോ രജനീഷിനേക്കാളും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാൻ പോകുന്ന ക്യാരക്ടർ പുള്ളിക്കാരൻ്റെ വലം കൈയായിരുന്ന മാ ആനന്ദ് ഷീല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ആ പുള്ളിക്കാരിയുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് കുറേയൊക്കെ ഈ സീരീസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഗുരു നമ്മുടെ നാട്ടിൽ ഒരാൾ അമേരിക്കയിൽ പോയി എത്ര വലിയൊരു എംപയർ കെട്ടിപ്പടുത്തുവെന്നും അതെങ്ങനെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണുവെന്നും കാണാൻ പറ്റുന്നൊരു സീരീസാണിത്. ഇത് മേ ബി നമുക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമായിരിക്കും. പക്ഷേ വൺസ് അഗെയിൻ ഇത് കുറച്ച് സ്ലോ ആണ്. അപ്പം എല്ലാവർക്കും ഇതിനുള്ള കണ്ടിരിക്കാനുള്ള ക്ഷമ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ കണ്ടിരുന്നാൽ വളരെ നല്ല സീരീസാണ്. അടുത്തതായിട്ടുള്ളതാണ് ബ്രൂക്ലിൻ 99. ബ്രൂക്ലിൻ 99 എന്ന് പറഞ്ഞാൽ US-ലുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് ബേസിക്കലി. ഈ സീരീസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കുറച്ച് കോമഡി, ഫൺ, അത്ര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള സീരീസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇതിൻ്റെ കോമഡി ദഹിക്കുമോ എന്ന് എനിക്കറിയില്ല. അത് കാരണമാണ് ഞാൻ മെയിൻ റെക്കമെൻഡേഷൻസിൽ ഇതിനെ ഉൾപ്പെടുത്താണ്ടിരുന്നത്. പക്ഷേ ദിസ് ഇസ് എ വെരി ഫൺ സീരീസ്. ജേക്ക് പെരാൾട്ടയാണ് മെയിനായിട്ട് വരുന്നത്. പക്ഷേ ജേക്ക് പെരാൾട്ടയുടെ കൂടെ തന്നെ ആ ഒരു പോലീസ് സ്റ്റേഷനിലെ ക്യാപ്റ്റൻ, ആളുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഭയങ്കര വിറ്റാണ്. കണ്ടിരിക്കാൻ ഭയങ്കര എൻ്റർടൈനിങ് ആയൊരു സീരീസാണ്. നല്ല റേറ്റിംഗുള്ള സീരീസുമാണ്. അപ്പം ഇത് ഇങ്ങനെ കോമഡി ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റുന്നൊരു സീരീസാണ്. അടുത്തതായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മേ ബി മേജർ റെക്കമെൻഡേഷനിൽ ഉൾപ്പെടുത്തിയതിനെ അതിൻ്റെ എല്ലാ സീസൺസും വന്നിരുന്നെങ്കിൽ, പക്ഷെ അതിൻ്റെ ഒരേ ഒരു സീസണേ വന്നിട്ടുള്ളൂ. വിച്ചർ ആണ്. വിച്ചർ എന്നുള്ള സീരീസ് അതേ പേരിലുള്ള ബുക്കും ഗെയിംസും ഒക്കെ ഉണ്ട്. കണ്ടിട്ടോ ആ ഗെയിം വായിച്ചിട്ടോ ആ ഗെയിം കളിച്ചിട്ടോ ഉള്ളവർക്ക് അറിയാമായിരിക്കും. ഇത് ഒരു മിഡീവൽ ടൈമിൽ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒക്കെ പോലത്തെ ഒരു സെറ്റപ്പാണ്. മൊത്തത്തിൽ മോൺസ്റ്റേഴ്സ് ഉണ്ട്, ആൾക്കാർ അതിനെ കൊല്ലാൻ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സീരീസാണ്. ഇതിൻ്റെ ഫസ്റ്റ് സീസൺ ആയതുകൊണ്ട് തന്നെ ക്യാരക്ടേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നേ ഉള്ളൂ ഈ ഫസ്റ്റ് സീസൺ തൊട്ട്. അപ്പം അത് കാരണമാണ് ഇത് ചിലർക്കുണ്ട് ഒന്നിച്ചെല്ലാം കൂടി അങ്ങോട്ട് കാണണമെന്ന്. അങ്ങനെയുള്ളവർക്ക് കാണാൻ പറ്റില്ല, കാരണം ഫസ്റ്റ് സീസണല്ലേ വന്നിട്ടുള്ളൂ. പക്ഷേ ഗെയിം ഓഫ് ത്രോൺസ് കണ്ട് അതുപോലത്തെ ഒരു സീരീസ് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു ഗുഡ് റിപ്ലേസ്മെൻ്റ് ആണ് വിച്ചർ. അതുകൊണ്ട് തന്നെ വിച്ചർ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഇതോടെ എൻ്റെ എല്ലാ റെക്കമെൻഡേഷൻസും കഴിഞ്ഞു. ഐ ഹോപ്പ് യു ഗൈസ് വിൽ ഓൾ വാച്ച് ഓൾ ദീസ് സീരീസസ് ആൻഡ് എൻജോയ് ഇറ്റ്. ബൈ.